ആന്റണി ചെക്കോന്റെ ഒരു കുതിരക്കാരന്റെ കഥ പറയാം. കുതിരക്കാരന്റെ മകൻ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചുപോയി. വീട്ടിലെ കഷ്ടപ്പാട് കാരണം വിഷമിച്ചിരിക്കാൻ പറ്റാത്ത കാരണവും അദ്ദേഹം കുതിരസവാരിക്ക് പോയി. എന്നാൽ മകൻ മരിച്ച കാര്യം ആരോടെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ് നമ്മുടെ കുതിരക്കാരൻ. അങ്ങനെ ആദ്യത്തെ സവാരി കിട്ടിയത് വളരെ മാന്യമായി വേഷം ധരിച്ച ഒരു യോഗ്യനാണ്. മകന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മകൻ ഒരു കുതിരക്കാരനായിരുന്നു എന്നും അവനെ അന്വേഷിച്ച് മറ്റു നാട്ടിൽ നിന്നും ആളുകൾ വരാനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് മകൻ മരിച്ചു എന്ന് പറയാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം കണ്ടത് ആ യോഗ്യൻ കിടന്നുറങ്ങുന്നതാണ്. അങ്ങനെ രണ്ടാമത് കിട്ടിയൊരു സവാരി ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. അവരുടെ കളിയും ചിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവരോടും കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരാൾ തലേ തട്ടിയിട്ട് പറഞ്ഞു, വാചകടി നിർത്തിയിട്ട് മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ പലരോടും കുതിരക്കാരൻ പറയാൻ ശ്രമിച്ചുവെങ്കിലും ആരോടും പറയാതെ അന്നത്തെ ദിവസത്തെ കുതിര സവാരി എല്ലാം കഴിഞ്ഞ് കുതിരയെ കെട്ടുന്ന സമയത്ത് ഇദ്ദേഹം നോക്കിയപ്പോ കുതിരയുടെ മുഖത്തൊരു വല്ലാത്തൊരു ഭാവം തോന്നി. അങ്ങനെ കുതിരക്കാരൻ തന്റെ വിഷമവും സങ്കടങ്ങളും മുഴുവൻ ആ കുതിരയോട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടെങ്കിലും മാത്രമേ പറയുന്ന കഥകൾക്ക് ഒരു അർത്ഥമുള്ളൂ. സോ അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളെ ശ്രദ്ധിക്കാനും കേൾക്കാനും ആരെങ്കിലും ഉണ്ടോ അവർക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ പറയാം.